ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് 232 പോയിൻറ്റും S&P 31 പോയിൻറ്റും നസ്ഡാക്ക് 85 പോയിൻറ്റും നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റും ഒരു ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 100 പോയിൻറ്റിന് മുകളിൽ നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയൊരു ഗ്യാപ്പ് ഡൗണിന് തന്നെ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 100 പോയിൻറ്റിന് മുകളിലാണ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലാണ്. ഏകദേശം 200 പോയിൻറ്റിന് മുകളിലാണ് ഇന്നലെ മാർക്കറ്റ് ഇടിഞ്ഞത്. ഇന്നലത്തെ എൻ്റെ വ്യൂ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആയിരിക്കുമെന്നായിരുന്നു. പക്ഷേ വ്യൂ മൊത്തം റോങ് ആയിരുന്നു. മാർക്കറ്റ് വലിയൊരു ബെയറിഷിലോട്ടാണ് വന്നിരിക്കുന്നത്. ട്രെൻഡ് ഇപ്പോഴും ഒരു അപ്പ് ട്രെൻഡ് തന്നെയാണ്. നമ്മളിപ്പം ഒരു ഷോർട്ട് ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അപ്പ് ട്രെൻഡ് തന്നെയാണ്. ഈ ഒരു ലോ ബ്രേക്കൗട്ട് കിട്ടുന്നത് വരയ്ക്കും മാർക്കറ്റ് അപ്പ് ട്രെൻഡ് തന്നെയാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി ഇന്നലെ. താഴോട്ട് വന്നു കഴിഞ്ഞാലും ഈ ഒരു ലോ കട്ട് ചെയ്യാത്തിടത്തോളം കാലം മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ലോ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ഒരു ലോ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഡേ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ഏകദേശം റിവേഴ്സ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഓൾറെഡി ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബെൻഡ് വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ട്രെൻഡ് റിവേഴ്സ് ആകുന്ന സമയത്ത് വരുന്ന ഒരു ബെൻഡ് ഇവിടെ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ കഴിഞ്ഞിട്ട് ഈ ഹൈ വന്നു. അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് ലോവർ ഹൈ ആണ്. ഡേ ടൈം ഫ്രെയിമിൽ ഒരു ലോവർ ഹൈ ആണ് വന്നിരിക്കുന്നത്. ഇതിന് താഴെ ഇനി ഒരു ലോവർ ലോ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഏകദേശം ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട് ഷോർട്ട് ടൈമിലോട്ട്. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോട്ടമോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പഴയൊരു ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഇത് ഒന്ന് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ഇതിന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും അപ്പ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 25,800 താഴെ മാർക്കറ്റിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തൽക്കാലത്തേക്കൊരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവല് ബ്രേക്കൗട്ട് കിട്ടുന്നതായിരിക്കും മാർക്കറ്റ് അപ്പ് ട്രെൻഡ് തന്നെയാണ്. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഇന്നലെ നമ്മൾ വീക്കിലി അനാലിസിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ മാർക്കറ്റ് 15 മിനിറ്റിൽ ഇവിടെ നിന്ന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടി 25,970 വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,884 മാർക്കറ്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയിട്ടുണ്ട്. ഇതിൽ മാർക്കറ്റിൽ ഈ ഒരു 25,884 എന്ന് പറയുന്ന ലെവല് പലപ്പോഴും നമുക്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമുക്ക് സ്ട്രോങ് ബൈയിങ് ഏരിയ തരുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വലിയൊരു ബൈയിങ് പ്രഷർ വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഇവിടെ നിന്നും ബൈയിങ് പ്രഷർ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇവിടെയും ബൈയിങ് പ്രഷർ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നതാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 15 മിനിറ്റിൽ തന്നെ ഇത് വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് മാർക്കറ്റ് മുകളിലോട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ തന്നെയാണ് 25,884. ഇന്നത്തെ ദിവസം ഇവിടെ വീണ്ടും ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അതല്ല ഈ ഒരു ലെവല് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാൽ ഈ ഒരു ലെവല് സസ്റ്റെയിൻ ചെയ്യാണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു സപ്പോർട്ടാണ് പൊട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാർക്കറ്റിൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ളത് 25,716 ലെവലായിരിക്കും. 25,716 വരയ്ക്കും ഈ ഒരു ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ലെവലിലോട്ട്. കാരണം ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ്. ഇത് ബ്രേക്കൗട്ട് കിട്ടിയാൽ പിന്നെ വരുന്നത് നമ്മുടെ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്.
ആ ഒരു ഗ്യാപ്പിലോട്ട് അല്ലെങ്കിൽ 25,744 25,716 ലെവലിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ലെവൽ നോക്കുക, 25,884 താഴോട്ട് 15 മിനിറ്റിൽ, ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്, 25,884 ഈ ഒരു ലെവല് 15 മിനിറ്റിൽ താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടി സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25,716 വരയ്ക്കും മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ മണി. രാവിലേക്കാണ് ബ്രേക്കൗട്ട് കിട്ടുന്നതെങ്കിൽ ചിലപ്പോൾ ഔട്ട് ഓഫ് ദ മണി തന്നെ എടുത്തിട്ട് കഴിഞ്ഞാൽ പോലും ചിലപ്പം നല്ല പ്രീമിയം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു വലിയൊരു ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു സപ്പോർട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ. മുകളിലോട്ട് 25,970 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,100 വരയ്ക്കും മാർക്കറ്റ് കയറി വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവൽ ഞാൻ എടുത്ത് മാറ്റുന്നു. 26,100 25,970 15 മിനിറ്റിൽ ഈ ഒരു ലെവൽ 15 മിക്കവാറും ഇതിന് ഉള്ളിലായിരിക്കും ഒരു ഗ്യാപ്പ് ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ളത്. ഇതിനിടയിൽ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. മുകളിലോട്ടോ താഴോട്ടോ ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുക്കുക. മുകളിൽ 26,98 ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. രണ്ടാമത്തെ ടാർഗറ്റ് വരിക 26,213 വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിന് മുകളിൽ ഹൈ ക്രിയേറ്റ് ചെയ്ത് 26,98 ചിലപ്പോൾ റെസിസ്റ്റൻസ് വരും. അതും ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 15 മിനിറ്റിൽ ഒരു അപ്പ് ട്രെൻഡ് നിലനിർത്താൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. സോറി, ഇന്നലെ നമ്മൾ താഴോട്ട് ഞാൻ ലെവൽസ് ഒന്നും വരച്ചിട്ടില്ലായിരുന്നു, മുകളിലോട്ട് മാത്രമാണ് ലെവൽസ് വരച്ചിരുന്നത്. താഴോട്ട് മാർക്കറ്റ് CPR ബ്രേക്ക് ചെയ്ത് എനിക്ക് വലിയൊരു ഒരിക്കലും ഒരു റീട്രേസ്മെൻറ്റിന് മാർക്കറ്റ് ഇന്നലെ കയറിയിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് മാത്രമാണ് ഒരു പുൾ ബാക്ക് വന്നത് അവസാനത്തെ ഒരു മണിക്കൂറിൽ. അല്ലാണ്ട് മാർക്കറ്റ് കണ്ടിന്യൂ താഴോട്ട് ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു മാർക്കറ്റ് ഇന്നലെ. ഇന്ന് CPR വരുന്നത് ഏകദേശം 30-35 പോയിൻറ്റിൻ്റെ CPR ആണ്. 25,986 തൊട്ട് 36 വരേക്കും ഏകദേശം 50 പോയിൻറ്റിൻ്റെ CPR ആണ്. സോറി, മാർക്കറ്റിൽ 25,985 25,985 26,000 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇനി ഇതിന് മുകളിൽ ഇപ്പം 5 മിനിറ്റിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ട്രെൻഡാണ്. ലോവർ ഹൈ ലോവർ ലോ ക്രിയേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലോ ബ്രേക്കൗട്ട് കിട്ടി താഴോട്ടായിരിക്കും മിക്കവാറും മാർക്കറ്റ് ഓപ്പണിംഗ് വരിക. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 25,827 25,846 മുകളിലൊരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 25,985 26,000 വരയ്ക്കും ടാർഗറ്റ് വയ്ക്കാം. ഏകദേശം 160-170 പോയിൻറ്റിൻ്റെ ടാർഗറ്റാണ് വരുന്നത്. അപ്പം ഇന്നലത്തെ ഈ ഒരു ലോ എത്തുന്ന സമയത്ത് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ 25,985 വരെ വെയിറ്റ് ചെയ്യാവൂ. ചിലപ്പോൾ ഈ ഒരു ലോയിൽ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് 26,117 136 വരയ്ക്കും CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. നെറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, കുറേ നേരമായി. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന ലെവൽ 26,117 26,136 താഴോട്ട് ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് കിട്ടിയാൽ ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതിന് താഴോട്ടാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ 25,076 25,724 വരേക്കും മാർക്കറ്റ് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.